വെറുപ്പ് എന്നത് ഞാൻ കഴിച്ച വിഷം കൊണ്ട് നീ മരിക്ക് എന്ന് പറയുന്നത് പോലെ നമുക്ക് മാത്രം ദോഷകരമാകുന്ന ഒരു കാര്യം തന്നെയാണ്. മറ്റേയാൾ അധാർമികമായ നീചമായ എന്തെങ്കിലും പ്രവൃത്തി കൊണ്ട് നമ്മെ വേദനിപ്പിച്ചിട്ടാണ് എങ്കിൽ പോലും അതിൻ്റെ പകയും വിദ്വേഷവും പ്രതികാരവും എല്ലാം നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കുന്നത് അത് നമുക്ക് മാത്രം ദോഷകരമാകുന്ന ഒരു കാര്യമാണ്. അയാൾക്ക് അത് ബാധകം ആകുന്നതേയില്ല. നമ്മുടെ ഉള്ളിലാണ് ആ പകയും വെറുപ്പും വിദ്വേഷവും ഉണ്ടാക്കുന്ന ആങ്സൈറ്റി, സ്ട്രെസ്, ടെൻഷൻ എന്നിവ അനുഭവിക്കേണ്ടി വരുന്നത് നാം തന്നെയാണ്. അതിന്റെ ഫലമായി ഉണ്ടാകുന്ന നെഗറ്റീവ് ഹോർമോൺസ്, ആവശ്യമില്ലാത്ത ഹോർമോൺസ് ഉണ്ടാകുന്നതും നമ്മിൽ തന്നെയാണ്. അപ്പോൾ അത് ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് അത് ക്ഷമിച്ച് കളയുക എന്നുള്ളതാണ് ബുദ്ധിശാലിയായ ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്നത്. അത് ക്ഷമിച്ച് കളയുക. ലോകം, പ്രകൃതി ക്രൂരമാണെന്ന് തോന്നിയേക്കാം, പക്ഷേ അന്യൻ ചെയ്ത ആ ഒരു വേദനാജനകമായ, നീചമായ, അധാർമികമായ കാര്യത്തിന്റെയും ഫലം അനുഭവിക്കുന്നത് നാം തന്നെയാണെങ്കിലും വീണ്ടും ആ വെറുപ്പ് വെച്ചുകൊണ്ടിരിക്കുന്നത് വീണ്ടും നമുക്ക് തന്നെ ദോഷകരമാകുന്ന കാര്യം നാം തന്നെ ചെയ്യുന്നത് പോലെയാണ്. ആകെ ഒരു കൊച്ചു ജീവിതം, 100 വർഷം ഇനി അങ്ങോട്ട് ജീവിച്ചിരുന്നാൽ പോലും 36,500 ദിവസങ്ങൾ മാത്രമെന്ന് മനസ്സിലാക്കുക. വളരെ ചെറിയ, വളരെ ഷോർട്ടായ ഒരു ജീവിതം. ആ സമയത്ത് ആ വെറുപ്പും വിദ്വേഷവും പകയും എല്ലാം മാറ്റിക്കളഞ്ഞിട്ട് എന്തോ ആകട്ടെ, കഴിഞ്ഞത് കഴിഞ്ഞു, അത് ക്ഷമിച്ചിട്ട് അവനവനും അവനവന്റെ ഉറ്റവർക്കും 10 കാശുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ഏറ്റവും ബുദ്ധി എന്ന് ഞാൻ പറയും. കാരണം സാമൂഹ്യ ജീവിതം നയിക്കുന്ന, കുടുംബജീവിതം നയിക്കുന്ന ഉത്തരവാദിത്തമുള്ള ഒരു വ്യക്തിക്ക് അവനവന്റെ കുടുംബാംഗങ്ങൾക്ക് അഭിമാനകരമായ ജീവിതം നയിക്കണമെങ്കിൽ ഏറ്റവും മുഖ്യമായി കണ്ടെത്തേണ്ടുന്ന, ഏറ്റവും മുഖ്യമായി അന്വേഷിക്കേണ്ടുന്ന, പരിശ്രമിക്കേണ്ടുന്ന ഘടകം പണം തന്നെയാണ്. പണത്തിന് വേണ്ടി തന്നെയാണ് 10. ആ സമയത്ത് വെറുപ്പും വിദ്വേഷവും പകയും എല്ലാം മാറ്റിക്കളഞ്ഞിട്ട് 10 കാശുണ്ടാക്കാൻ നോക്കുന്നതാണ്. എങ്ങനെ ഇപ്പോഴുള്ള എൻ്റെ വരുമാന മാർഗത്തിൽ കുറച്ചുകൂടെ മെച്ചപ്പെടുത്താം, അല്ലെങ്കിൽ എങ്ങനെ അഡീഷണലായി ഒരു ഇൻകം സോഴ്സ് കൂടെ, എങ്ങനെ ഒരു അധിക വരുമാന മാർഗം കൂടെ കണ്ടെത്താം എന്നുള്ള ആ ചിന്തകളിലേക്ക് വ്യാപരിക്കുന്നതാണ് ആ വെറുപ്പും പകയും വിദ്വേഷവും എല്ലാം വെച്ചുകൊണ്ടിരിക്കുന്നതിനെക്കാട്ടിലും ഏറ്റവും ഉചിതമെന്ന് ബുദ്ധിയുള്ള മനുഷ്യർ എല്ലാവരും ചിന്തിക്കുക, സ്വയം ചിന്തിക്കുക ഈ പറഞ്ഞ കാര്യങ്ങൾ. കാരണം നമുക്കറിയാം, വെറുപ്പ് വെച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അയാൾക്കൊരു ദോഷവും ഉണ്ടാകുന്നില്ല, നമുക്ക് തന്നെയാണ് അതിന്റെ ഫലമായ സ്ട്രെസ്സും ടെൻഷനും ആങ്സൈറ്റിയും ഡിപ്രഷനും ഒക്കെ ഉണ്ടാകാൻ സാധ്യത. അതിന്റെ ഫലമായിട്ടുള്ള ആവശ്യമില്ലാത്ത ഹോർമോൺസും. എന്തിന്? അതായത് വെറുപ്പ് എന്നത് ഞാൻ കഴിച്ച വിഷം കൊണ്ട് നീ ചാക് എന്ന് പറയുന്നത് പോലെയാണ്. ആ മൗഢ്യത്തെക്കുറിച്ച് നന്നായി ചിന്തിച്ചിട്ട് വേണ്ട തീരുമാനം സ്വയം കൈക്കൊള്ളുക. ആകെ ഒരു കൊച്ചു ജീവിതം, അതിൽ അവനവൻ ആവശ്യമുള്ള ലക്ഷ്യങ്ങൾ നേടിപ്പിടിക്കാനായി ആ സമയം കൂടെ വിനിയോഗിക്കുക. അവനവനും അവനവന്റെ ഉറ്റവർക്കും അവനവനെ ആശ്രയിക്കുന്നവർക്കും പ്രകാശം പരത്തുന്ന അഭിമാനകരമായ ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങളിലേക്ക് വ്യാപൃതമാവുക.